അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ വേർപിരിയാത്ത കൂട്ടുകെട്ടാണ് നടക്കാവ് ബോയ്സ് എന്ന മൂവർ സംഘത്തിൻ്റേത്. പതിവ് പോലെ ഇത്തവണയും അവർ വിഷുക്കണി ദർശനത്തിനായി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെത്തി. അവരുടെ വിശേഷങ്ങൾ ആണ് ഇനിയൊന്ന് കാണാം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന 2-3 ആളുകളുണ്ട്. അവരെന്തായാലും ഞാൻ വിളിക്കാം. കാരണം ഒന്നുമില്ലോ, ഇപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. എങ്ങനെയുണ്ട്? ഹാപ്പി വിഷു. ആദ്യം ഹാപ്പി വിഷു. പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ ക്ഷേത്ര ദർശനത്തിന് ഇവിടെ വിഷുദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്താം. എല്ലാ വർഷവും വരലുണ്ട്. ഞങ്ങൾ രാഹുൽ, എൻ്റെ ജിതിൻ, പ്രശാന്ത്. നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ദർശനം നടത്തി അത് കഴിഞ്ഞ് ഈ ചുറ്റമ്പലം മുഴുവൻ ഇങ്ങനെ നടന്ന് പിന്നെ അത്യാവശ്യം സെൽഫി ഒക്കെ എടുത്ത് വിഷു ഒരു വൈബാക്കാണല്ലേ? പിന്നെ എല്ലാ വിഷു ഇവിടെ വൈബല്ലേ, കൊല്ലത്തിൽ ഒരിക്കലല്ലേ, അതായത് അങ്ങനെ അങ്ങോട്ട് എൻജോയ്മെന്റ് ആക്കണം വിചാരിക്കാം. അതായത് ഭക്തിയും അതുപോലെ ആഘോഷവും, പിന്നെ കുറെ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കൂട്ടായ്മ. ഇനിയിപ്പം എങ്ങനെയാണ് പിന്നെ ഈ ഒരു ദിവസം ഇനിയിപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പം ക്ഷേത്ര ദർശനം കഴിഞ്ഞു, കണി കണ്ടു. ക്ഷേത്രത്തിൽ നിന്നാണോ കണി കണ്ടത്, അല്ല വീട്ടിൽ നിന്ന് കണ്ടോ? അല്ല, വീട്ടിൽ നിന്ന് കണി കണ്ടിട്ടാണ് വരുന്നത്. പിന്നെ ഭഗവാനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതന്നെ സ്ഥിരം. ഇങ്ങനെ പുറത്തൊക്കെ പോയി അടുത്ത അമ്പലത്തിലേക്ക് ഒന്ന് പോകണം, ജസ്റ്റ് ഒന്ന് പോയിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി. പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ സദ്യയൊക്കെയല്ലേ കഴിക്കണം. സദ്യ കഴിക്കാണ്ട് ഇനി വീട്ടിൽ പോയിട്ട് പൊട്ടിക്കണം, പടക്കം പൊട്ടിക്കാൻ നിർബന്ധമായിട്ട് ഇഷ്ടം പോലെ വാങ്ങി വെച്ചിരിക്കണം, അത് പൊളിക്കണം. ഞങ്ങളും കൂടി അങ്ങോട്ടേക്ക് വന്നാൽ കിട്ടൂല്ലേ? ഒരു കുഴപ്പമില്ല. ഞാനേ നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോഴേ പിന്നെ പെട്ടെന്ന് നമ്മുടെ ഏറ്റവും പുതിയ സിനിമ ഉണ്ടല്ലോ മഞ്ഞുമ്മൽ ബോയ്സ്, അതിലൊരു വൈബാണ്. അത് സൗഹൃദത്തിന്റെ ഭയങ്കര അതെ ചങ്സ് അല്ലേ? അതുപോലെ നടക്കാവ് ബോയ്സ് അല്ലേ? അങ്ങനെ തന്നെ പറയാ, ഞങ്ങള് ചങ്സാണ്. എത്ര വർഷമായി ഈ ഒരു സൗഹൃദം? ഇവിടെ 5 വയസ്സ് മുതലേ ചെറിയ പ്രായം ചെറിയ പ്രായം മുതലേ ക്ലാസ് മുതല് പഠിച്ചോ? പഠിച്ചു എന്ന് പറഞ്ഞാൽ ടീച്ചർ പഠിപ്പിച്ചു. അല്ല, വിഷുവിന് നിങ്ങൾ ഒരുമിച്ചാണോ കോടിയൊക്കെ എടുക്കാറല്ല? അല്ലല്ല, അങ്ങനെ ഇപ്പം ടൈം കിട്ടാറില്ല. എല്ലാവർക്കും പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോതായ ടൈം ഉണ്ടാവല്ലോ, അതിനെ കൊണ്ടാണ് എല്ലാരും ഒരുമിച്ചിട്ടാണ് കൂടാറ്. എന്ത് പരിപാടി ഉണ്ടായാലും, ഇന്ന് തന്നെ ഈ വിഷുവിന് തന്നെ ഓണായാലും വിഷു ആയാലും റംസാൻ ആയാലും മറ്റേ ക്രിസ്മസ് ആയാലും വിഷു കഴിഞ്ഞിട്ടും കിട്ടിയത്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് നമ്മുടെ ക്യാമറ പേഴ്സൺ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ, കണ്ടില്ലേ? അപ്പോ വിഷു കൈനീട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ വിഷു കൈനീട്ടൊക്കെ കിട്ടിയ അത് വീട്ടിൽ നിന്ന് അല്ല, ഞങ്ങള് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, ഞങ്ങൾ അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. അല്ല, ഇപ്പൊ എങ്ങനെയാ? പണ്ടൊക്കെ വിഷു കൈനീട്ടം കിട്ടുമായിരുന്നു. നമുക്കിപ്പം നമ്മളൊരു കാരണന്മാര് സ്ഥാനത്തൊക്കെ കൊടുക്കണം. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് പെങ്ങന്മാരുണ്ട്, പെങ്ങളെ കുട്ടികളുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ഇന്നലെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഫുൾ സാധനം സെറ്റ് ചെയ്ത് വീട്ടിലെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ മാത്രമായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുക. കൈനീട്ടം കൊടുത്തോ മരുമക്കൾക്ക്? ഇല്ല, ഒരു വൈകിട്ട് വരുവുള്ളല്ലോ. വൈകിട്ട് വരുവുള്ളൂ. ബാക്കിയുള്ള പടക്കവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്ന് പൊട്ടിക്കുക. കൈനീട്ടല്ല വേണ്ടത്, പടക്കാണ് വേണ്ടത്. പടക്കം വേണ്ട. അപ്പൊ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിഷു ആയിക്കോട്ടെ, വിഷയമില്ല. വൈകിട്ട് വരണ്ട, ഉച്ചക്ക് വന്നാൽ മതി. നല്ല ഫുഡ് അടിച്ചിട്ട് പോവാ. വെജിറ്റബിൾ ആയിട്ട് നല്ല സദ്യ എന്ന് പറയില്ല, ഞങ്ങള് കുറച്ച് മീനൊക്കെ യൂസ് ചെയ്യും. അല്ല, ഇവിടെ നിന്നല്ല, ഞങ്ങള് ഓണത്തിനാണ് സദ്യ. ഓണത്തിനുള്ള സദ്യ എന്ന് പറയാം. ഇതിപ്പോ വിഷയാകുമ്പോ രീതികൾ സദ്യ ഉണ്ട്, ഇല്ലാന്ന് അറിയില്ല. എന്നാലും നമ്മളെ വീട്ടില് കുറച്ച് നമ്മളെല്ലാരും കൂടി കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയാണ്, അത് ഒരു പ്രത്യേകതയാണല്ലോ. കോഴിക്കോടിന്റെ ഒരു വൈബാണ്. വിഷു കൈനീട്ടമൊക്കെ വൈകിട്ടാണ്. മരുമക്കൾ അപ്പോഴത്തേക്ക് മാത്രമേ വീട്ടിലെത്തുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ നടക്കാവ് ബോയ്സിന് ഹാപ്പി വിഷു നേരുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ വകയും. ഓക്കെ, അപ്പോൾ ഇവര് നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ വിഷു കൂടി ഇവര് എന്തായാലും വൈബാക്കി തന്നു എന്നുള്ളതാണ്. ഇവരുടെ വിഷുവും കൂടി വൈബാവട്ടെ. എന്തായാലും ഇപ്പൊ ഇവിടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഇവിടെ ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഭക്തര് ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പലരും ശ്രീകോവിലിനകത്താണുള്ളത്. അവർ പ്രാർത്ഥനയിലാണ്. ഈ ഒരു വിഷുക്കണിയുടെ ദർശനം അത് ദർശിക്കാനായി എത്തുന്നു. ഇവിടെ